ഓം ശ്രീമാത്രേ നമ. ശ്രീമദ് ലളിത സഹസ്രനാമ സ്തോത്രത്തിൽ 226 മുതൽ 234 വരെയുള്ള നാമമന്ത്രങ്ങൾ നമ്മൾ കണ്ടു. ഇനി 235 മുതൽ 242 വരെയുള്ള നാമമന്ത്രങ്ങളാണ് നോക്കാൻ പോകുന്നത്. 235-ാമത്തെ നാമമന്ത്രം ചതുഷ്ഷ്ട്യുപചാരാഢ്യ. ഇവിടെ ചൊല്ലുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. നമുക്കൊന്ന് ആദ്യം പദം പിരിച്ചു നോക്കാം. റിവേഴ്സിൽ ആഢ്യ ഉപചാരാഢ്യ ചതുഷ്ഷ്ട്യുപചാരാഢ്യ. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചതു കഴിഞ്ഞ് വിസർഗം, അതിനുശേഷം ഷാ വരുന്നത് കൊണ്ട് ഷാ ദ്വിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അതായത് ഇരട്ടിച്ച് ഉച്ചരിക്കണം. ചതുഷ്ഷ്ട്യുപചാരാഢ്യ ഷ എന്നുള്ളതിനൊന്ന് സ്ട്രെസ് കൊടുത്തുകൊണ്ടാണ് ജപിക്കേണ്ടത് അല്ലെങ്കിൽ ഉച്ചരിക്കേണ്ടത്. പിന്നെ ഷഷ്ട്യു, അത് ശ്രദ്ധിക്കണം. ഇവിടെ ഷഷ്ടി എന്നാണ് എഴുതിയിട്ടുള്ളത്. ഷഷ്ടി അല്ല, ഠായല്ല, പടം എന്നുള്ള ഠായാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഷഷ്ടി. പിന്നെ ഉപചാരം, അത് ഷഷ്ട്യു എന്ന് കഴിഞ്ഞ് പദം പിരിച്ചിട്ട് മുകളിൽ ഊ ചേർത്തിട്ടുണ്ട്. ഉപചാരം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഉപചാരം. പിന്നെ ഉപചാര കഴിഞ്ഞ് പദം പിരിച്ച് ആ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ ജപിച്ച് പോകേണ്ടതാണ്. നമ്മൾ ജപിക്കുമ്പോൾ കേൾക്കുന്ന ദേവിക്ക് മനസ്സിലാവണം നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എന്ത് നാമമന്ത്രമാണ്, നാമമന്ത്രത്തിൽ കൂടിയാണ് അമ്മയെ സ്തുതിക്കുന്നത് എന്ന്. അപ്പം ഇവിടെ ചതുഷ്ഷ്ടി ഉപചാരാഢ്യ എന്ന് ചൊല്ലിപ്പോകരുത്. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ മന്ത്രം മുറിയും, പിന്നെ മന്ത്രഭംഗം, അർത്ഥഭംഗം, അതുകൂടാതെ വൃത്തഭംഗം, ഈ 3 ദോഷങ്ങളും അവിടെ വരും. അപ്പം അതുകൊണ്ട് ചതുഷ്ഷ്ട്യുപചാരാഢ്യ എന്ന് ഉച്ചരിക്കുക. മന്ത്രം മുറിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഈ നാമമന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം 64 ഉപചാരങ്ങളോടുകൂടി പൂജിക്കപ്പെടുന്നവൾ, അതാണ് ചതുഷ്ഷ്ട്യുപചാരാഢ്യ. അങ്ങനെ പൂജിക്കപ്പെട്ട് ആഢ്യയായവൾ. പൂജാവിധിയിൽ 64 ഉപചാരങ്ങളെക്കുറിച്ച് പരശുരാമ കൽപ്പസൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ 16 മുഖ്യമാണെന്ന് പറയുന്നു. അത് ഷോഡശോപചാരങ്ങൾ എന്നറിയപ്പെടുന്നു. അത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാനൊന്ന് പറയാം. ആവാഹനം, ആസനം, പാദ്യം, അർഘ്യം, ആചമനം, സ്നാനം, വസ്ത്രം, ഭൂഷണം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നൈവേദ്യം, താംബൂലം, പ്രദക്ഷിണം, നമസ്കാരം. ഇവയാണവ. 236-ാമത്തെ നാമമന്ത്രം ചതുഷ്ഷ്ടി കലാമയീ. വീണ്ടും ഇവിടെ ചതു കഴിഞ്ഞ് വിസർഗം, വീണ്ടും ഷാ ദ്വിത്വമായിട്ട് ഉച്ചരിക്കേണ്ടതാണ്. കലാമയീ, ചതുഷ്ഷ്ടി കലാമയീ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം 64 കലകൾ തൻ്റെ രൂപമായുള്ളവൾ. എല്ലാ കലകളും ദേവി തന്നെയാണ്. നമുക്ക് ഏറ്റവും അറിയുന്ന മഹാദേവിയുണ്ട്. എല്ലാ കലകളുടെയും ദേവത സാക്ഷാൽ അമ്മ മൂകാംബിക. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ വർഷവും അവിടെ പോയി അമ്മയെ കാണാനുള്ള ഭാഗ്യം അമ്മ തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗീതം, വാദ്യം, നൃത്തം, നാട്യം തുടങ്ങി യുദ്ധം, അങ്ങനെ പോകുന്നു 64 കലകൾ. ആ എല്ലാ കലകളും തൻ്റെ തന്നെ രൂപമായുള്ളവൾ. അതാണ് ഇവിടെ ചതുഷ്ഷ്ടി കലാമയീ. 237-ാമത്തെ നാമമന്ത്രം മഹാചതുഷ്ഷ്ടികോടി യോഗിനീ ഗണസേവിത. ഈ മന്ത്രം ഒരുമിച്ച് ചൊല്ലേണ്ട മന്ത്രമാണ്. അതുകൂടാതെ ഇതിൽ വിസർഗവുമുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രാവസാനം ബ്രാക്കറ്റിൽ VO എന്ന് ചേർത്തിട്ടുണ്ട്. അതായത് വിസർഗം ചേർത്ത് ഒരുമിച്ച് ചൊല്ലേണ്ടതാണ്. വീണ്ടും ഇവിടെ മഹാചതുഷ്ഷ്ടി, ചതു കഴിഞ്ഞ് വിസർഗം, പിന്നെ ഷാ ദ്വിത്വമായി ഉച്ചരിക്കേണ്ടതാണ്. മഹാചതുഷ്ഷ്ടി കോടി യോഗിനീ ഗണസേവിത. യോഗിനി എന്ന് നീട്ടേണ്ടതാണ്. യോഗിനി ഗണസേവിത എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. സേവിത, സേവിതായല്ല, സേവിത എന്ന് ഉച്ചരിക്കരുത്. സേവിത, സേവിതയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം മഹാചതുഷ്ഷ്ടി കോടി. ചതുഷ്ഷ്ടി എന്നാൽ 64 എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ മഹതികളായ 64 കോടി യോഗിനീ ഗണങ്ങൾ,
യോഗിനിമാരുടെ കൂട്ടം, അതിനാൽ സേവിക്കപ്പെടുന്നവൾ. അതാണ് ഇവിടെ മഹാചതുഷ്ഷഷ്ടികോടി യോഗിനീഗണസേവിത. ഇവിടെ മഹം എന്നുള്ള ശബ്ദത്തിന് 9 എന്നർത്ഥമുണ്ട്. അമ്മയുടെ പ്രത്യക്ഷ രൂപമായ ശ്രീയന്ത്രം, ശ്രീചക്രത്തിൽ 9 ആവരണങ്ങളാണ്. 9ാമത്തെ ആവരണത്തിൽ അമ്മ ഇരിക്കുന്നു. അതിന് താഴെ 8 ആവരണങ്ങൾ. ആ 8 ആവരണത്തിലായിട്ട് ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, മാഹേന്ദ്രി, ചാമുണ്ട, മഹാലക്ഷ്മി എന്നീ അഷ്ടശക്തികൾ ദേവിയെ പരിചരിക്കുന്നു. അവരിൽ ഓരോരുത്തർക്കും 8 യോഗിനിമാർ. ഓരോ യോഗിനികളുടെയും അംശഭൂതങ്ങളായി 1 കോടി യോഗിനിമാർ. അപ്പോൾ അങ്ങനെയുള്ള ആ മഹാഗണത്താൽ, മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനിമാരുടെ കൂട്ടത്താൽ സേവിക്കപ്പെടുന്ന അമ്മയ്ക്ക് നമസ്കാരം. 238ാമത്തെ നാമമന്ത്രം മനുവിദ്യ. ഇവിടെ മനുവിനാൽ ഉപാസിതയായ വിദ്യാരൂപിണി. മനു ആദിമനുഷ്യൻ. അപ്പോൾ മനു, ചന്ദ്രൻ, കുബേരൻ, ലോപാമുദ്ര, മന്മഥൻ, അഗസ്ത്യൻ, അഗ്നി, സൂര്യൻ, ഇന്ദ്രൻ, സ്കന്ദൻ, ശിവൻ, ക്രോധഭട്ടാരകൻ എന്നിങ്ങനെ 12 പേർ വിവിധ തരത്തിലുള്ള ഉപാസനാ പദ്ധതികൾ നിർമ്മിച്ചു എന്നും അവരിൽ മനു നിർമ്മിച്ച ശ്രീവിദ്യാ പദ്ധതി, അതുകൊണ്ട് ആ വിദ്യ, മനുവിനാൽ നിർമ്മിക്കപ്പെട്ട ശ്രീവിദ്യാ പദ്ധതി കൊണ്ട് ഉപാസിതയായ വിദ്യാരൂപിണി, അതാണ് ഇവിടെ മനുവിദ്യ. നമ്മൾ ദേവി മഹാത്മ്യത്തിൽ സുരഥ മഹാരാജാവിൻ്റെ കഥ, സുരഥ മഹാരാജാവ് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് വീണ്ടും 8ാമത്തെ മനുവായിത്തീരുന്ന ആ കഥ, അത് നമുക്കറിയാം. ദേവി മഹാത്മ്യം വായിക്കുന്നവർക്കറിയാം അതിനെക്കുറിച്ചിട്ട്. അതാണ് മനുവിദ്യ. 239 ചന്ദ്രവിദ്യ. ഇവിടെ വിദ്യ എന്ന് നീട്ടേണ്ടതാണ് ചന്ദ്രവിദ്യ. ചന്ദ്രനാൽ ഉപാസിക്കപ്പെട്ട ശ്രീവിദ്യാ സ്വരൂപമായുള്ളവൾ. നേരത്തെ നമ്മൾ കണ്ടതാണ്. മനു, ചന്ദ്രൻ, കുബേരൻ തുടങ്ങിയ 12 പേർ ശ്രീവിദ്യാ പദ്ധതികൾ നിർമ്മിച്ചു. അതിൽ ചന്ദ്രൻ്റെ പദ്ധതിയാൽ, ശ്രീവിദ്യാ ഉപാസന പദ്ധതിയാൽ, അല്ലെങ്കിൽ ചന്ദ്രനാൽ ഉപാസിക്കപ്പെട്ട ശ്രീവിദ്യാ സ്വരൂപമായുള്ളവൾ, അതാണ് ഇവിടെ ചന്ദ്രവിദ്യ. 240ാമത്തെ നാമമന്ത്രം ചന്ദ്രമണ്ഡല മധ്യഗ. പദം പിരിക്കുമ്പോൾ ഗ മധ്യഗ, ചന്ദ്രമണ്ഡല മധ്യഗ. ഇവിടെ ഞാൻ ഉച്ചരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചന്ദ്ര എന്നാണ് ഉച്ചരിച്ചിട്ടുള്ളത്. ചന്ദ്ര എന്നും ഉച്ചരിക്കാം, രണ്ടായാലും ശരിയാൻ തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ പഠിച്ചു വന്നതുകൊണ്ട് ചന്ദ്ര എന്ന് ഉച്ചരിച്ചു എന്നേ ഉള്ളൂ. ഗ എന്നുള്ളതിന് നമ്മൾ നേരത്തെ കണ്ടതാണ് ഭാവനാഗമ്യ. ഇപ്പം ഗ എന്നാൽ പ്രാപിക്കുക, എത്തിച്ചേരുക എന്നൊക്കെ അർത്ഥം, ഗമിക്കുക എന്നൊക്കെ. അപ്പം അതുകൊണ്ട് ഇവിടെ ഗ എന്ന് നീട്ടിക്കഴിഞ്ഞാൽ എത്തിച്ചേരുന്നവൾ, അല്ലെങ്കിൽ പ്രാപിക്കുന്നവൾ, സ്ഥിതി ചെയ്യുന്നവൾ എന്നൊക്കെ അർത്ഥം എടുക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ചന്ദ്രമണ്ഡലം, അതിൻ്റെ മധ്യം, പൂർണ്ണചന്ദ്രൻ്റെ മധ്യത്തിൽ, ഇവിടെ മധ്യം ദ പ്ലസ് ധയാണ്. ധ മധ്യം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അക്ഷരസ്ഫുടതയില്ലാതെ മദ്യം എന്നും ചൊല്ലിപ്പോകരുത്. മദ്യം എന്താണെന്ന് അറിയാലോ. ചന്ദ്രമണ്ഡലത്തിൽ അവിടെ മദ്യമുണ്ട്, അവിടെയാണ് അമ്മ ഇരിക്കുന്നതെന്നൊക്കെ അർത്ഥം വരും. അപ്പം അതുകൊണ്ട് അക്ഷരസ്ഫുടതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജപിക്കേണ്ട ഒരു നാമമന്ത്രമാണിത്. ചന്ദ്രമണ്ഡല മധ്യഗ. ചന്ദ്രമണ്ഡലത്തിൻ്റെ മധ്യത്തെ പ്രാപിച്ചവൾ. ചന്ദ്രമണ്ഡല മധ്യത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നതായി സങ്കല്പിച്ച് മാനസപൂജ ചെയ്യുന്നുണ്ട്. അങ്ങനൊരു പദ്ധതിയുണ്ട്. അത് ഒരു നല്ല ഒരു ശ്രേയസ്കരമാണെന്ന് പറയുന്നു. പിന്നെ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് സ്ഥൂലാർത്ഥം മനസ്സിലേക്ക് വരുന്നത് ചന്ദ്രമണ്ഡലവും ശ്രീചക്രവും ഒന്നാണെന്ന്, ശ്രീചക്ര രഹസ്യം, ആ ബിന്ദുസ്ഥാനം, അമ്മ ഇരിക്കുന്ന ബിന്ദുസ്ഥാനം, അത് ചന്ദ്രമണ്ഡലമാണെന്ന് ഗുരുക്കന്മാരും ആചാര്യന്മാരും പറയുന്നു. പിന്നെ വേറൊരു അർത്ഥം കൂടി പറയുന്നുണ്ട്. കുണ്ടലിനി രൂപിണിയായ ദേവി സഹസ്രാരത്തിലുള്ള ചന്ദ്രമണ്ഡലത്തെ ഭേദിക്കുന്നത് കൊണ്ടും ദേവി ചന്ദ്രമണ്ഡല മധ്യകയാണെന്ന് സിദ്ധിക്കുന്നു.
ഇവിടെ നമുക്ക് ഏറ്റവും എളുപ്പം മനസ്സിലേക്ക് കയറി വരുന്നത്, ജപിക്കുമ്പോൾ അമ്മ ശ്രീചക്രത്തിൻ്റെ മുകളിലുള്ള ബിന്ദുസ്ഥാനത്ത്, അത് ചന്ദ്രമണ്ഡലം, അവിടെ ഇരുന്നരുളുന്ന ആ മഹാദേവി. ഇനി 241 നാമമന്ത്രം ചാരുരൂപ. ചാരു എന്നാൽ മനോഹരമായ, രൂപമുള്ളവൾ, മനോഹരമായ രൂപമുള്ളവൾ. ഇവിടെ വീണ്ടും സ്ഥൂലരൂപ വർണ്ണന നമ്മൾ കണ്ടു നേരത്തെ. നീലച്ചുകുര, പെട്ടെന്ന് ഒരുപാട് നാമങ്ങളെ ചൊല്ലിപ്പോകുന്നതിൻ്റെ ഇടയിൽ ഒരു സ്ഥൂലരൂപ വർണ്ണന. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് 8 വാഗ്ദേവതമാരാൽ നിർമ്മിക്കപ്പെട്ടതാണ് ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം. അപ്പോൾ ഇതിൽ സ്ഥൂലരൂപ വർണ്ണന എഴുതുന്ന ആ വാഗ്ദേവത ഇതിൽ എഴുതിയതായിരിക്കണം. ഓരോരുത്തർക്കും ഓരോരോ സൂക്ഷ്മരൂപം വർണ്ണിക്കാൻ ഒരു ദേവത, സ്ഥൂലരൂപം വർണ്ണിക്കാൻ ഒരു ദേവത, സൂക്ഷ്മതമമായ രൂപം വർണ്ണിക്കാൻ വേറൊരു ദേവത, അങ്ങനെയൊക്കെ അവർ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കണം ഇവിടെ ഇങ്ങനെ വന്നത്. ഒരു ഊഹം മാത്രം. 242 നാമമന്ത്രം ചാരുഹാസ. ചാരു എന്നാൽ മനോഹരമായ, ഹാസത്തോടു കൂടിയവൾ, മന്ദഹാസത്തോടു കൂടിയവൾ, അതാണ് ഇവിടെ ചാരുഹാസ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ അക്ഷരസ്ഫുടതയോടുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അതുപോലെ ശ്രദ്ധിച്ച് പഠിക്കുക. എല്ലാവരെയും ആ ചാരുഹാസയായ മഹാദേവി അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീ മഹാദേവിയേ നമഃ.